ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്ന ഡെനക്സിൻ്റെ ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തു വന്നിട്ടുള്ള ഒരു 2.1 ആംപ്ലിഫയർ ആണ്. കുറച്ച് പുതുമകളായിട്ട് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഒരു പുതിയൊരു മോഡലാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ നമുക്കൊരു ഡീറ്റെയിൽ വീഡിയോയിലേക്ക് പോകാം. നോർമൽ പാനൽ ചെയ്യുന്നേക്കാളും കുറച്ചൊരു വ്യത്യസ്തമായിട്ട് തന്നെ ഡിസൈനിങ് ഒക്കെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു 5.1ൻ്റെ റിമോട്ട് കിറ്റ് വെച്ചാണ് നമ്മൾ ഈ 2.1 ആംപ്ലിഫയർ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ അകത്ത് ബാസും ട്രബിളും കൺട്രോൾ ചെയ്യാൻ വേണ്ടി സെൻട്രലായിട്ടൊരു കൺട്രോൾ യൂണിറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓണം സ്വിച്ച്, 2 വലിയ നോബുകൾ, പിന്നെ മൈക്കിൻ്റെ ഇൻപുട്ട് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു ARC ഇൻപുട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ 2 ഓക്സ് ഇൻപുട്ട്, അതിൻ്റെ കൂടെ തന്നെ ഒരു 5.1 ഇൻപുട്ടും കൂടെ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്കൊരു ഫ്യൂച്ചറിൽ ഒരു 5.1ലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിതിങ്ങനെ ഈ രീതിക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മളിത് 2.1 ഔട്ട് എടുക്കുന്ന രീതിയിലാണ് ഇത് ഡിസൈനിങ് എല്ലാം കൊടുത്തിരിക്കുന്നത്. സ്പീക്കർ ഔട്ടിന് വേണ്ടി നമ്മൾ ബനാന സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഒരു സബ് ഔട്ടും 2 ഫ്രണ്ട് റൈറ്റ് 2 ചാനലുമാണ് വരുന്നത്. നമുക്കൊരു 200 + 200 300, അതായത് ഒരു സബിന് 300 വാട്ട്സും ചാനലിന് ഒരു 200 RMSും കിട്ടുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മളൊരു 4 ohmsൻ്റെ ഒരു 3-way ഒരു ടവർ സ്പീക്കറിന് വേണ്ടിയാണ് നമ്മളിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഇൻസൈഡിലേക്ക് നോക്കുവാണെങ്കിൽ നമ്മുടെ തന്നെ ഡെനക്സിൻ്റെ തന്നെ നമ്മൾ ചെയ്തെടുത്തിരിക്കുന്ന ഒരു ടൊറോഡോ ട്രാൻസ്ഫോമറാണ്. ഇതിൻ്റെ അകത്ത് ടാപ്പിംഗ് എന്ന് പറയുന്നത് നമ്മളൊരു 50-0-50 സബിനും അതേപോലെ തന്നെ നമ്മൾ ചാനലിന് വേണ്ടി 40-0-40യുമാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലൊരു ആംബിയർ തന്നെ നമ്മളിത് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് റെക്ടിഫയറും അതേപോലെ തന്നെ സ്പീക്കർ പ്രൊട്ടക്ഷന്, സബ് ഫിൽട്ടർ, എല്ലാ കാര്യങ്ങളും നമ്മൾ അതേപോലെ തന്നെ നമ്മളിത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് എടുത്തു പറയേണ്ടത് ഡെനക്സിൻ്റെ തന്നെ ഇതിൻ്റെ ചാനൽ ബോർഡുകളാണ്. അതായത് 200 വാട്ട്സ് ഔട്ട്പുട്ട് കിട്ടുന്ന ട്രാൻസിസ്റ്റർ ബോർഡുകളാണ് വെച്ചിരിക്കുന്നത്. നല്ല ഹെവി പവർ ഈ ബോർഡിൽ നിന്ന് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ സബിന് വേണ്ടിയാണെങ്കിലും നമുക്ക് 6 ട്രാൻസിസ്റ്ററിൻ്റെ ബോർഡും ചാനലിന് 4 ട്രാൻസിസ്റ്ററിൻ്റെ ബോർഡും അങ്ങനെയാണ് നമ്മളിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എല്ലാം നമ്മളൊരു നല്ല ലോങ് ലൈഫ് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഡിസൈനിങ് കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത്. എന്തായാലും ഓവറോൾ ചെക്ക് ചെയ്തിട്ട് നല്ലൊരു പെർഫോമൻസ് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ്, ബാക്കിയുള്ള ഡീറ്റെയിൽ ഒക്കെ ഞാൻ വീഡിയോയുടെ കൊടുക്കുന്നുണ്ട്. അതായത് നമുക്കൊരു USB, ബ്ലൂടൂത്ത്, ഓക്സ്, FM ഇത്രയും നമുക്ക് ഇതിൻ്റെ കൂടെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ARC ഇൻപുട്ട് വരുന്നുണ്ട്, സ്റ്റീരിയോ ഇൻപുട്ട് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പക്ക ഒരു 2.1 നമ്മളൊരു ബ്രാൻഡ് സെറ്റിൽ കിട്ടുന്ന ഡിസൈനിങ് ആണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നത്.